ഗുഡ് മോർണിംഗ്. ഇന്ന് 2024 നവംബർ 11 സമയം ഉച്ച കഴിഞ്ഞ് 3 മണി. ഞാൻ നിൽക്കുന്നത് താജ്മഹലിൻ്റെ മുമ്പിലാണ്. താജ്മഹലിനെ പറ്റി അല്പം കാര്യങ്ങൾ പറയാം. ഇതുപോലെയുള്ള ഇലക്ട്രിക് കാർ ഏതാണ്ട് 2 കിലോമീറ്ററോളം അകലെയുള്ള നമ്മുടെ ബസ് പാർക്കിംഗ് വരും. ഇതിൽ കയറുന്നതിനായിട്ട് 20 രൂപ ആണ് ടിക്കറ്റ് ചാർജ്. ക്യൂ നിന്ന് വേണം നമുക്ക് വണ്ടിയിലേക്ക് കയറുവാൻ. ഏതാണ്ട് 18ഓളം യാത്രക്കാർക്ക് ഈ വണ്ടിയിൽ പോകാം. അനക്കവും ഒന്നുമില്ലാത്ത ഇലക്ട്രിക് കാറുകളാണിവ. വളരെ അറ്റ്മോസ്ഫിയറിക്കും ഹൈജീനിക്കും പൊല്യൂഷൻ ഇല്ലാത്തതുമായ ഈ വണ്ടികൾ ധാരാളമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അല്ലാത്തവർക്ക് കാൽനടയായും താജ്മഹലിലേക്ക് പോകാവുന്നതാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഉള്ള ബസ്സിൽ കയറാൻ പറ്റിയത്. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണി കഴിഞ്ഞു. സൺസെറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ എൻട്രൻസിൽ കൂടെ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. താജ്മഹലിന് 4 എൻട്രൻസുകൾ ഉണ്ടെങ്കിലും ഇത് മാത്രമാണ് ഇപ്പോൾ പബ്ലിക്കിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ മെയിൻ എൻട്രൻസിൽ കയറിയതിന് ശേഷം ഏതാണ്ട് ഒരു 500 മീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് ഈ ആർച്ച് ക്രോസ് ചെയ്യാൻ. ഇതിൻ്റെ കളറ് ചുമപ്പ് നിറഞ്ഞ മഞ്ഞ കളറാണ്. ഉള്ളിൽ ചെന്ന താജ്മഹൽ നല്ലപോലെ വെള്ള കളറിലാണ് ഇരിക്കുന്നത്. ഷാജഹാൻ്റെ ഭാര്യമാരിൽ ഷാജഹാൻ ഏറ്റവും പ്രിയമുള്ളതായിരുന്നു മുംതാസ് മഹൽ. മുംതാസ് മഹലിന് 14 പ്രസവം ഉണ്ടായി. 14ാമത്തെ പ്രസവത്തിൽ ആ കുട്ടിയും അതിനോടുകൂടി തന്നെ അമ്മയും മരിക്കുകയാണുണ്ടായത്. 36 മണിക്കൂറോളം പ്രസവവേദന അനുഭവിച്ചതിന് ശേഷമാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. ഇത് 6 അടി നീളവും 5 അടി വീതിയുമുള്ള കല്ലുകളിലാണ് താജ്മഹലിൻ്റെ അടിത്തറ പണിതിരിക്കുന്നത്. താജ്മഹലിന് 6 നിലയും മിനാറിന് 20 നിലയുമാണ് ഉയരം ഉള്ളത്. യമുന നദിയുടെ കരയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര ഫോർട്ടിൽ ഇരുന്നാൽ താജ്മഹലിൻ്റെ വ്യൂ നമുക്ക് കാണാവുന്നതാണ്. ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരെയുള്ള താജ്മഹൽ നമുക്ക് വലുതായി തന്നെ ഇവിടെ ഇരുന്നാൽ കാണാം. താജ്മഹൽ അതിരാവിലെ നല്ല ഗോൾഡൻ കളറിലും ഉച്ച നേരത്ത് വെള്ള കളറിലും നമുക്ക് ചന്ദ്രൻ ഉള്ള പൂർണ്ണചന്ദ്ര ദിവസം നല്ല ഷൈനിങ്ങിലുമാണ്. അതിൻ്റെ ബ്ലൂ ചേർന്ന ഒരു നിറമാണ് താജ്മഹൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാത്രി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് അവിടെ. അത് കാണാൻ വേണ്ടി പ്രത്യേകം പാസ് എടുക്കണം. ലിമിറ്റഡ് എൻട്രിയേ ഉള്ളൂ. ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിൻ്റെ മെയിൻ ആർക്കിടെക്ചർ. 1631 1648 ഇടയിലാണ് ഇത് പണിയിച്ചത്. ഇതിനായിട്ട് ഏതാണ്ട് 22,000 തൊഴിലാളികൾ അന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എസ്റ്റിമേറ്റ് അന്നത്തെ നിലയിൽ 3.2 കരോട് റുപ്പീസ് ആയിരുന്നു. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് 73 മീറ്ററുള്ള മിനാറുകളാണ്. ഇതിന് 6 നിലകളാണ് താജ്മഹലിനുള്ളത്. ടവറിന് 20 നിലകളുണ്ട്. ഇതിൻ്റെ ഏരിയ 550 മീറ്റർ നീളവും 305 മീറ്റർ വീതിയുമാണുള്ളത്. ഇത് ഏതാണ്ട് 1000 ഫീറ്റ് നീളവും 550 ഫീറ്റ് വീതിയും വരും. ഇതിൻ്റെ ഉള്ളിൽ മുംതാസിൻ്റെ സൈഡിലായി ഷാജഹാൻ്റെ ഖബറും നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങളെ അങ്ങോട്ട് പോയതുപോലെ തന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടുക. അതിന് 20 രൂപയാണ് നമുക്ക് ചിലവാകുന്നത്. ഏതായാലും ഡൽഹിയിലെ ഈ വണ്ടിയും ഈ സൈറ്റ് സീയിങ്ങും മുംതാസ് മഹൽ കാണാനായിട്ട് 200 രൂപ കൊടുക്കണം. താജ്മഹൽ മാത്രം വിസിറ്റ് ചെയ്യാൻ 50 രൂപയേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 250 രൂപയാണ് നമുക്ക് ഇവിടെ വിസിറ്റിനായിട്ട് ചിലവാകുന്നത്. നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാർ കുര്യൻ.